മീൻസ് വേറൊരാളുടെ സർട്ടിഫിക്കറ്റ് അത് നമുക്ക് വേണ്ട. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ജെറിൻ. ഇത് പുതിയൊരു ചാനലാണ് കേട്ടോ. നമ്മുടെ പഴയ ചാനൽ 4 വർഷമായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് ആവാത്തത് കൊണ്ട് പുതിയൊരു ചാനൽ തുടങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാൻ ആ ചാനൽ തുടങ്ങിയതിൻ്റെ ഒരു കാര്യവും അത് എന്തുകൊണ്ട് സക്സസ് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളൊരു ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാനീ പറയുന്നത്. വേറൊന്നുമില്ല, ഒരു ചാനല് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ്, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒരു യുണീക്കായിട്ട് നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമ്മുടെ പാഷൻ ഫോളോ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നൊരു സംഭവം, അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോടോ അടുത്ത ബന്ധുക്കാരോടോ അങ്ങനെയുള്ളവരോട് പോലും ഒന്നും പറയാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നിങ്ങളധികം ഷെയർ ചെയ്യാണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് സക്സസ് ആയിരിക്കും. അതർവൈസ് ഒരു പ്രശ്നം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മൂഞ്ചി പോകാനുള്ള സാധ്യതയുണ്ട്, ഫ്ലോപ്പായി പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം വേറൊരു ഒരാൾക്ക് അത് സന്തോഷകരമായിരിക്കണമെന്നില്ലല്ലോ. സോ ഇതൊരു വലിയൊരു പോയിന്റാണ് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊന്നും ആയിരിക്കില്ല കാണുന്നത്. അത് നിങ്ങൾ പോലും അറിയത്തില്ലാത്ത അപരിചിതരായിട്ടുള്ള ആൾക്കാരായിരിക്കും കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ കാണുന്നത്. ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു റീല്, അതിനകത്ത് ലൈക്കും കമൻറ്റും കൂടുതൽ വരുന്നത് നിങ്ങളെ അറിയുന്നവരുടെ ഒന്നും ആയിരിക്കില്ല, നിങ്ങളെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെയൊക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു പ്രാസംഗികനൊന്നുമല്ല ഞാൻ. എനിക്കതിനുള്ള കഴിവ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. മേ ബി ചിലപ്പോൾ സംസാരിച്ച് ചിലപ്പോൾ അങ്ങനെ ആവുമായിരിക്കും. ഏതൊക്കെയായാലും എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ളത് എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. 4 പേര് അറിയുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ ഉള്ളത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. അങ്ങനെ ഞാനൊരു 4-5 വർഷം മുന്നേ തുടങ്ങിയ ഒരു ചാനലുണ്ട്. അത് സ്റ്റിൽ 600 സംതിങ് സബ്സ്ക്രൈബേഴ്സിൽ നിൽക്കുന്നത്. ആ 600 സംതിങ് സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഓരോരുത്തരെ കൊണ്ട് പറഞ്ഞു ജയിച്ചതൊക്കെയാണ്. പിന്നെ അതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കൂടത്തിൽ നിന്ന് എൻ്റെ വലിയ ചങ്കായിട്ടുള്ളൊരു കൂട്ടുകാരൻ, മച്ചാനെ നീ വിളിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മളില്ലേ എന്നെ ഉണ്ടെങ്കിലും സെറ്റാക്കി കുറവെന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്ന് എൻ്റെ ഫോൺ ഒരു ദിവസം ഞാൻ മേടിച്ച് എന്തുവാ അതൊന്ന് കാണിച്ചേടാ, നീ സബ്സ്ക്രൈബ് മാത്രമാണോ അതോ ബെല്ലൈക്കൻ അമർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ ജസ്റ്റ് ഒരു ദിവസം എൻ്റെ ഫോൺ മേടിച്ച് എൻ്റെ ചാനലിൽ നിന്ന് നോക്കിയപ്പോൾ ഇവൻ പോലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ തന്നെയായിരിക്കും പാര. നിങ്ങൾ രക്ഷപ്പെടുന്നത് ചിലപ്പോൾ അവന് ഇഷ്ടപ്പെടണമെന്നില്ല, പുറമെ അത് കാണിക്കണമെന്നില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പം മേ ബി എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നല്ല കേട്ടോ. എന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു 80% ആൾക്കാരും സ്വാർത്ഥരാണ്. സ്വന്തം കാര്യങ്ങൾ മാത്രം പെർഫെക്റ്റ് ആയിട്ട് നടക്കണം, വേറൊരുത്തിനും രക്ഷപ്പെടരുത് എന്നുള്ളൊരു ചിന്താഗതി ഉള്ളവരാണ്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് കേട്ടോ. അത് എനിക്കിത് പറയുന്നതിലൊരു ഇതുമില്ല, ഒരു റിഗ്രറ്റ് ഇല്ല. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് സക്സസ് ആവണം, നമ്മൾ ഒന്ന് രക്ഷപ്പെടണമെന്ന് നമുക്കും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ ഫാമിലിയിലുള്ളവർക്കും മാത്രമേ ആഗ്രഹം കാണത്തുള്ളൂ കേട്ടോ. ഫാമിലി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ വീട്ടിലിപ്പം അപ്പൻ, അമ്മ, അനിയൻ, അത്രയും പേരാണെങ്കിൽ അവർക്ക് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു വിഭാഗം ആൾക്കാർക്ക് മാത്രമേ നമ്മൾ രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം കാണത്തുള്ളൂ. ഇപ്പം പുറത്ത് ഇപ്പൊ ഫാമിലിയിലാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടണമെന്ന് ചിലപ്പോൾ അവർക്ക് ആഗ്രഹമൊന്നും കാണത്തില്ല. അവരെക്കാത്തിലും നമ്മൾ വളർന്നു പോയാലോ എന്നുള്ളൊരു ആശങ്കയായിരിക്കും കേട്ടോ അവർക്കുള്ളത്. സോ അങ്ങനെയൊക്കെയാണ്. ഇത് കുറെ
ജീവിതാനുഭവവും പറഞ്ഞു കേട്ട കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഞാൻ പറയുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ വേറെന്തൊരു കാര്യം കൂടെ ഇങ്ങനെ പറയാൻ ഇങ്ങനെ വന്നതിന് ശേഷം മറന്നുപോയി. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് വേറൊരു വീഡിയോ ചെയ്യാവേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതൊരു ഗുണം ചെയ്യുന്ന വീഡിയോ ആണ്, പ്രത്യേകിച്ച് ഒരു തുടക്കക്കാർക്ക്. പിന്നെ വേറെയുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. വേറെ ഒരുത്തനെ നോക്കരുത്. കണ്ടന്റ് ക്രിയേറ്റർ ആവണം. പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? പാട്ട് പാടണം. അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? അങ്ങനെ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യണം. മീൻസ് വേറൊരാളുടെ സർട്ടിഫിക്കറ്റ് അത് നമുക്ക് വേണ്ട, നമുക്കതിൻ്റെ ആവശ്യമില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്യട്ടോ. അപ്പോൾ ശരി.